കമ്മ്യൂണിറ്റി താമസിച്ച് മതിയായ ഞങ്ങളൊരു ഇച്ചിരി പറമ്പും ഒരു വീടും കൂടെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കണ്ടോ ഓണർ സെയിൽ വന്നേക്കുന്ന കണ്ടോ, വേഗം വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്ക്, നമുക്ക് പോയി നോക്കാമല്ലോ എന്ന്. അങ്ങനെ കേട്ട പാടി കേൾക്കാതെ പാതി അപ്പോയിൻമെൻ്റ് എടുത്തതേ ഞങ്ങൾ ഈ പറമ്പ് കാണാൻ വന്നതാണ്. ഒരു കൊടും കാടാണ്. ഇതേ റാക്കൂണാന്ന് തോന്നുന്നു ഓടുന്നത്. ഈ കാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുതരം ലേഡി പാംസ് വളർന്ന് കയറിയിട്ടുള്ള ഒരു കാടായത്. പിന്നെ മലബാറിൽ വന്ന് നമ്മളെ പണ്ട് കാടൊക്കെ വെട്ടിത്തെളിച്ച കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ഥലം കാണാൻ നല്ല അടിപൊളിയാണ്. അതെന്താ ഇരിക്കുന്നത്? മുയലാന്ന് തോന്നുന്നു. മുയൽ സ്വൈര്യവിഹാരം ചെയ്യുന്ന ഒരുപാട് ജീവികളെ കാണാൻ തോന്നുന്നു ഈ സ്ഥലത്ത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലേക്കൊക്കെ ഫോട്ടോയിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയും കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ സ്ഥലവും ബ്യൂട്ടിഫുള്ളായ ലേക്കൊക്കെ കിട്ടാൻ ഒത്തിരി പാടാണ് സ്ഥലം. അപ്പം ദേ കാണുന്നതാണ് ലേക്ക്. ഒരു നാച്ചുറൽ ലേക്കാണ് കേട്ടോ. നാച്ചുറൽ ലേക്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ബോട്ടും ജെറ്റ്സ്കിയൊക്കെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടുള്ളിടത്ത് പറ്റത്തില്ല. ആൾക്കാരൊക്കെ ദേ ജെറ്റ്സ്കിയിലൊക്കെ പോകുന്ന കാണുന്നുണ്ട്, കുതിച്ച് വായിഞ്ഞ് പോകുന്ന കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു വ്യൂ ഉണ്ട്, നല്ലൊരു സുഖമുണ്ട്. ഒത്തിരി ഒരു കൺസേൺ ഉള്ളത് ദേ ഈ വീടാണ്. കഴിഞ്ഞ ഹരിക്കേൻ ഈ വീടിൻ്റെ മുകളിലോട്ട് ദേ മരം വീണ് കിടക്കുന്നു. മരം വീണ് ഈ വീട് മൊത്തം തകർന്ന് തരിപ്പണായിട്ട് കിടക്കുവാണ്. പഴയ വീടാണ്. പക്ഷേ വീട് പഴയതാണെങ്കിലും നമുക്ക് പൊട്ടൻഷ്യലുണ്ട്. ഈ വീട് നമുക്ക് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് പണിയാം. നമുക്കൊന്നെങ്കിൽ ഈ വീട് നമുക്ക് റീമോഡൽ ചെയ്തെടുത്തിട്ട് കുറച്ച് നാൾ ഇവിടെ താമസിച്ചിട്ട് പിന്നെ നമുക്ക് പുതിയ വീട് പണിയാം. എന്ത് വേണേലും ചെയ്യാം. പക്ഷേ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇച്ചിരി കൺഫ്യൂഷനുള്ള ഈ വീടിൻ്റെ ഈ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മളിപ്പം ഇതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിലാണ്. ഇതിപ്പം നമ്മൾ മേടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാണ്ട് നമുക്ക് തീരുമാനം എടുക്കണം. അപ്പം നമുക്ക് പിന്നെ കാണാം.